ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ എർട്ടിഗ നമ്മൾക്ക് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ്. അതായത് നമ്മളുടെ 2010 തോന്നുന്നുണ്ട് എർട്ടിഗ ഇറങ്ങിയത്, എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ആ ടൈപ്പ് 1ൻ്റെ എർട്ടിഗ ടൈപ്പ് 2ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടൈപ്പ് മോഡലായിരുന്നു നമ്മളുടെ എർട്ടിഗ. ഈ ഒരു ടൈപ്പായിരുന്നു നമ്മളുടെ ബമ്പർ. ഇതിലെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വീഡിയോ ഓപ്ഷനായിരുന്നു നമ്മളുടെ. അപ്പോൾ അതിൽ സാധാരണ ഗ്രില്ലും അതേപോലെ അണ്ടർ ഗ്രില്ല് ഒരു ഫോഗ് ലാമ്പ് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പിലായിരുന്നു നമ്മളുടെ പഴയ ബമ്പർ. അതിനെ നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് ആക്കി മാറ്റി. ഇതിൻ്റെ ഗ്രില്ല് റീപ്ലേസ് ചെയ്തു. അതായത് ഈ ഒരു ടൈപ്പ് ഗ്രില്ലിനെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഗ്രില്ലാക്കി മാറ്റി. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് സാധാ ഒരു ടൈപ്പ് ഫോഗ് ലാമ്പായിരുന്നു, അത് ഇത്തിരി വൈഡായിട്ടുള്ള ഫോഗ് ലാമ്പാക്കി. അതേപോലെ ഹെഡ്ലൈറ്റ് സെയിം ആ ഉണ്ടായിരുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അണ്ടർ ഗ്രില്ല് ആ ഒരു ടൈപ്പ് ഗ്രില്ലായിരുന്നു, അതിനെ ഈ ഒരു ടൈപ്പ് ഗ്രില്ല്. അതായത് ഫോഗ് ലാമ്പിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പിലാണ് അതിൻ്റെ ഫിനിഷിങ്. ആ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തതാണ്. അതേപോലെ ഫുൾ ക്രോമാണ്, അത് സാധാ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രില്ലായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയോ? ഫ്രണ്ടിലെ ഗ്രില്ല് മാറ്റി, ബമ്പർ മാറ്റി. ബമ്പറിൻ്റെയൊക്കെ കട്ടിങ്ങൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. ഒരു എന്താ കട്ടിങ്ങൊക്കെ വളരെയധികം നല്ലൊരു ഫിനിഷിങ്ങിലുള്ള ടൈപ്പ്. അതായത് ഒരു ചെറിയ സ്കർട്ടിങ്ങോട് കൂടിയ മോഡലിലുള്ളൊരു ബമ്പറാണ്. അതേപോലെ നമ്മളുടെ അണ്ടർ ഗ്രില്ലും മാറ്റി. അപ്പോൾ ഇത്രയും റീപ്ലേസ്മെൻറ്റാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ എന്താ മാറ്റിയെന്ന് നമുക്ക് നോക്കാം. ബാക്ക് സൈഡിൽ ഞാൻ ബമ്പർ മാറ്റിയില്ല, കാരണം ടൈപ്പ് 2ൻ്റെ ബമ്പറിനേക്കാളും നല്ല ബമ്പറാണ് ഇതിൻ്റെ ഒരു എന്താ ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ടൈപ്പ് 2-ന് ഇല്ല. ഇവിടെ ബാക്കിൽ ഡിക്കിയുടെ ക്രോം സാധാരണ വരണുണ്ടായിരുന്നില്ല, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് എർട്ടിഗയുടെ ക്രോമും ആഡ് ചെയ്തു. ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അധികം സാധനങ്ങളൊന്നും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിലെ ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കിയുടെ ക്രോം, ഇത്ര സാധനങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എർട്ടിഗ ടൈപ്പ് 2ലേക്ക് കൺവേർട്ടായി. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അത് 2018 ഡിസംബർ 10 വീഡിയോ ആണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം നിങ്ങൾ നോക്കുന്ന ടൈമിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.